ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്രാഫ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്, മനോഹരമായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. പല വേസ്റ്റ് മെറ്റീരിയൽസുകളിൽ നിന്നും വളരെ മനോഹരമായിട്ടുള്ളൊരു ലൈറ്റ്നിങ് ലാമ്പാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് കണ്ടില്ലേ, ഇതെല്ലാം വേസ്റ്റ് ബോട്ടിൽസും അതുപോലെ തന്നെ ആ വൈറ്റ് ഇരിക്കുന്നത് കണ്ടില്ലേ, അതൊരു നെറ്റാണ്. അത് കളഞ്ഞ ഒരു നെറ്റാണ്. നല്ല ഷേപ്പായിട്ടുള്ളൊരു ബോട്ടിൽ, പ്ലാസ്റ്റിക് ബോട്ടിലാണത്, ഷേപ്പായിട്ടുള്ളൊരു ബോട്ടിൽ. അപ്പോൾ ഇതാണ് നമ്മൾ ലൈറ്റിംഗ് ലാമ്പ് ആക്കാൻ പോണം. അപ്പോൾ ഇതുപോലെ ഷേപ്പായിട്ടുള്ള ബോട്ടിൽസ് ആരും അത് വേസ്റ്റാക്കി കളയരുത്. ഒരു ലൈറ്റ്, അതായത് നമുക്ക് 30 അല്ലെങ്കിൽ പോട്ടെ ഒരു 25 റുപ്പീസിന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ലൈറ്റും കൂടി അതിൽ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ, കുറച്ച് ഡെക്കറേറ്റും കൂടി ചെയ്താൽ നമുക്ക് പുറത്തുനിന്ന് ഒരു ലൈറ്റ്നിങ് ലാമ്പ് വാങ്ങിക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മൾ ആ ഒരു ഷേപ്പായിട്ടുള്ള ഒരു അതിൻ്റെ മുകൾ, അതായത് വാവട്ടം കട്ട് ചെയ്ത് കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലാണ്, അതിൻ്റെയും നമ്മൾ കട്ട് ചെയ്ത് അതൊരു ഫ്ലവർ ആക്കി എടുക്കുകയാണ്. സിമ്പിളായിട്ടാണ് നമ്മളത് കട്ട് ചെയ്യുന്നത്. അതിൽ ഒരു വാവട്ടം വെച്ചുകൊണ്ട് അത് നല്ല റൗണ്ടായിട്ടിരിക്കുന്ന പല പ്ലാസ്റ്റിക് ബോട്ടിൽസുകൾ നല്ല ഷേപ്പോടുകൂടി ഉള്ളതുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇത് വെറുതെ കട്ട് ചെയ്തിട്ട് അതിനൊരു റാ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് ഓരോ സൈഡ് ചരിച്ച് കട്ട് ചെയ്തങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഷേപ്പായിട്ടുള്ളൊരു ഫ്ലവറായി. ഇതുപോലെ നമുക്ക് ഡബിൾ ഫ്ലവറും അല്ലെങ്കിൽ 3 4 ഡബിളായിട്ട് ത്രിബിളായിട്ട് എടുത്ത് വെച്ച് ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യാവുന്നത്, ഇതിൻ്റെ അകത്തൂടെ നമുക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യാം. ഇത് വ്യത്യസ്തമായിട്ട് നമ്മളൊരു ബോട്ടിലിൻ്റെ അകത്ത് എങ്ങനെ ലൈറ്റ് ഫിറ്റ് ചെയ്യാതാണ്, അതിൻ്റെ മുകൾ ഭാഗത്തോ താഴെ ഭാഗത്തോ ആണോ വെക്കുന്നതെന്നുള്ള കറക്റ്റ്ലി അത് ഡിസൈഡ് ചെയ്ത് നോക്കിയാണ് എവിടെ വെച്ചാലായിരിക്കും കൂടുതൽ ഭംഗിയെന്ന്. അപ്പോൾ താഴെ ലൈറ്റും വെച്ച് മുകളിൽ ഈ ഒരു ഫ്ലവറും വെക്കാമെന്നാണ് കരുതിക്കൊണ്ടാണ് കണ്ടില്ല കംപ്ലീറ്റ് അത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിലോട്ട് ആ ഒരു സിസറോ അല്ലെങ്കിൽ ബ്ലേഡോ കൊള്ളാത്ത രീതിയിൽ വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വ്യത്യസ്തമാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ആ ലാമ്പും വെറുതെ നമ്മളതിൽ പിടിപ്പിച്ചൊന്ന് വെച്ചിട്ടേ ഉള്ളൂ. ഇനി അത് കളർ ചെയ്തെടുക്കാൻ, അത് കളർ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ ഓൾറെഡി അതിൽ ഓരോ ഷേപ്പുണ്ട് കണ്ടില്ലേ, ട്രയാങ്കിളായിട്ടും, അതായത് കണ്ടില്ലേ ആ ഒരു ഷേപ്പ് അനുസരിച്ച് കളർ ചെയ്ത് ഏറ്റവും മുകളിലത്തെ ഭാഗം പിങ്ക് കളറും അതേ സെയിം കളർ തന്നെയാണ് താഴെയും നമുക്ക് അതേപോലത്തെ ഒരു കണ്ടില്ലേ ഒരു ഷേപ്പ് താഴെയും കൊടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ഇതുപോലത്തെ പല ഷേപ്പിലെ ബോട്ടിൽസ് നമ്മുടെ എത്രയോ എണ്ണം ഇതിന് മുന്നേ ഞാനെടുത്ത് വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ട്. അതിപ്പോഴാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്നതൊന്നും നമുക്കത് വേസ്റ്റാക്കി കളയാൻ തോന്നത്തില്ല. ഇതുപോലെ പ്ലാസ്റ്റിക് ഐറ്റംസുകളെല്ലാം റീസൈക്കിൾ ചെയ്ത് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഐറ്റംസുകൾ, അതായത് ഉപയുക്തമാക്കി എടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. വെറുതെ 25 റുപ്പീസിൻ്റെ ഓരോ ലൈറ്റോ 30 റുപ്പീസിൻ്റെ ഓരോ ലൈറ്റ് മാത്രം മതി നമുക്കത് നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അല്ല, താഴെയും മുകളിലും ഇതുപോലെ ചെയ്തപ്പോൾ തന്നെ വളരെ മനോഹരമായിട്ട് തോന്നില്ലേ, കണ്ടില്ലേ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ വെച്ചിരിക്കുന്ന നമ്മൾ ആ ഒരു ഫ്ലവറിൽ അത് കംപ്ലീറ്റ് പിങ്ക് കളർ വെച്ച് ഡിസൈൻ ചെയ്തെടുത്ത് കഴിഞ്ഞ്, ഇതെന്ന് വെച്ചാൽ ആ വൈറ്റ് കംപ്ലീറ്റ് ഗോൾഡൻ പ്ലസ് ബ്ലാക്കാണ് ആ കളർ അടിച്ചു വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, വൈറ്റിൽ നിന്നും ആ ഗോൾഡനും ബ്ലാക്കും കൂടി അടിച്ച് മാറ്റി അത് കുറച്ച് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ യൂസ് ചെയ്യാനായിട്ട് അത് മാറ്റി. ഇതെല്ലാം വേസ്റ്റ് ഐറ്റംസുകളാണ്. അപ്പം ഈ ഒരു ബോട്ടിൽ കണ്ടപ്പോൾ എനിക്കത് വളരെ ആകർഷകമായിട്ട് തോന്നി, അതുകൊണ്ടായിട്ട് മാറ്റി വെച്ചത്. അതെന്ത് ചെയ്യാൻ പറ്റുമെന്ന് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ആലോചിച്ചെന്ത് ചെയ്യണം. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഉള്ളതുകൊണ്ട് വ്യത്യസ്തമായിട്ട് നമുക്കത് ലൈറ്റ്നിങ് ലാമ്പ് തന്നെ ആക്കാമെന്ന് കരുതി. ഇതുപോലെ ബോട്ടിൽസുകളെല്ലാം നമുക്ക് ഇതുപോലെ ലൈറ്റ്നിങ് ലാമ്പ് ആക്കാം, അല്ലെങ്കിൽ LED ബൾബ് അത് വിത്ത് ഈ ഒരു സ്വിച്ചോടുകൂടി നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ നല്ല ബോട്ടിൽസുകൾ വാവട്ടം കട്ട് ചെയ്ത് അതിൽ LED ബൾബ് നമുക്കതിൽ ഒട്ടിച്ച് വെക്കുകയോ ഫിറ്റ് ചെയ്തോ വെക്കുകയാണെങ്കിൽ വെറുതെ സിമ്പിളായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട നമ്മുടെ വീട്ടിന് ഒരുപാട് അലങ്കരിച്ചെടുക്കാൻ പറ്റും.
ഒന്നി സർക്യൂട്ട് കറണ്ട് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്കത് യൂസ്ഫുള്ളാക്കി എടുക്കാൻ പറ്റും. LED ബൾബ് സ്വിച്ചോടുകൂടിയുള്ളത് നമുക്ക് അതിന് വലിയ വലിയ ബോട്ടിൽസുകളിൽ വേണമെങ്കിൽ നമുക്കത് അതിനെ ഉപയുക്തമാക്കി എടുക്കാൻ പറ്റും. അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസുകളൊന്നും വേസ്റ്റ് ചെയ്ത് കളയേണ്ട ഒരാവശ്യവും ഇല്ല. ഇത് നല്ല ഷേപ്പില്ലേ, ഷേപ്പ് അനുസരിച്ച് നമുക്ക് കിട്ടിയതുകൊണ്ടാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ ആ ഒരു താഴത്തെ ഭാഗം അത് ഒട്ടിച്ച് കഴിഞ്ഞ് പെയിൻറ്റ് ചെയ്ത് വൈറ്റ് കൊണ്ട് ഔട്ട്ലൈനും ഇട്ടപ്പോഴത്തേക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ കട്ട് ചെയ്തതിൽ നല്ല ഒരു ഭംഗിയുണ്ടത്. ഇനി അത് ഏറ്റവും മുകളിലും ഇതുപോലെ കട്ട് ചെയ്ത് അതങ്ങ് ഒട്ടിച്ച് എടുത്ത് വയ്ക്കുകയാണ്. അപ്പം മുകളിലോട്ടുള്ള ആ ഒരു ഇതിന് ഒരുപാട് പല വേസ്റ്റുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതെന്ന് വെച്ചാൽ ഈ ഒരു നെറ്റ് ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം ഒന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ കളർ ചേഞ്ച് ചെയ്തിട്ടാണ് അത് ഗോൾഡൻ കളറാണ് ആ ഒരു ബൾബിന് കിട്ടിയത്. അപ്പോൾ അതനുസരിച്ച് കുറച്ച് ഗോൾഡനും ബ്ലാക്കും കൂടി മിക്സ് ചെയ്ത് അതിനും അടിച്ചപ്പോഴത്തേക്ക് കണ്ടില്ല, കുറച്ചും കൂടി ഒരു വ്യത്യാസം തോന്നി. അപ്പോൾ പിന്നെ ഈ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൂടെ റിഫ്ലക്ഷനായിട്ട് ആ ഒരു നെറ്റിൻ്റെ അകത്തൂടെ വരും. അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് തോന്നാം എന്ന് കരുതിയിട്ടാണ് ആ ഒരു നെറ്റ് ഞാൻ ഇൻസേർട്ട് ചെയ്തത്. കണ്ടില്ലേ, ആ ഒരു നെറ്റ് അതിൻ്റെ അകത്തൂടെ സിമ്പിളായിട്ട് നല്ല ഭംഗിയില്ലേ, കണ്ടില്ലേ. നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ ഇത്രയും ഇങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ള. ആ നെറ്റ് രണ്ടായിട്ട് മടക്കി ഏറ്റവും താഴത്തെ ഭാഗം അത് മടക്കി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ മുകളിൽ ആ ഒരു ഫ്ലവർ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം B7000 എന്ന സൂപ്പർ ഗം കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയെന്ന് വെച്ചാൽ അത് ലേസാണ്, നമ്മുടെ ഈ ഫ്രോക്കുകളിലേക്ക് വെച്ചുള്ളത്. 3 ഫ്ലവറും അവിടെ ഒട്ടിച്ച് കഴിഞ്ഞ് മുകളിലും ഒട്ടിച്ച് കഴിഞ്ഞ് എല്ലാം B7000 എന്ന ഗം കൊണ്ട് ഒട്ടിച്ച്. ഇതെന്ന് വെച്ചാൽ എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നത് കണ്ടില്ലേ, ചെയിനാണ്, സ്റ്റോണിൻ്റെ ചെയിനാണ്. ഏറ്റവും മുകളിൽ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയൊരു ഹാങ്ങിങ് ആയിട്ട് നമുക്ക് എന്തോ വാങ്ങിച്ചപ്പം കിട്ടിയതാണ്. അപ്പോൾ അത് കളയാതെ ഞാൻ വെച്ച്, അപ്പോൾ അത് ഒട്ടിച്ച് വെച്ചപ്പോഴത്തേക്ക് നമുക്കത് ഈസി ആയിട്ട് എവിടെയെങ്കിലും അത് ഹാങ് ചെയ്തിടാനും നമുക്കിത് കഴിയും. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്ത് അതിലെല്ലാം കണ്ടില്ലേ ആ ഒരു ചെയിനും ഒട്ടിച്ച് ആ ഒരു വൈറ്റ് മുത്തുകളും എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ട്. നമ്മൾ ചെയ്തെന്ന് പോലും തോന്നത്തില്ല. അല്ലാത്ത ഭാഗങ്ങളിലെല്ലാം കണ്ടില്ലേ, ഇത് നല്ല ഗോൾഡൻ സീക്വൻസ് ആണ്. അത് നല്ല രീതിയിൽ കുറേ നാളത് തിളക്കത്തോടുകൂടി നിൽക്കുന്നത്. ഇതുപോലെ ഇപ്പം വോൾ ഹാങ്ങിങ്ങും ആക്കാം. നല്ല മനോഹരമായിട്ട്, എന്താ പറയുക, നല്ല മനോഹരമായിട്ടുള്ളൊരു ലൈറ്റ്നിങ് ലാമ്പ് തന്നെ നമുക്ക് ചെയ്തെടുക്കാം.